സ്പോട്ട് ലൈവ് തുടങ്ങുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി. ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും കേസിലെ തുടർ നടപടികൾ എന്ന കാര്യത്തിൽ കൂടി വ്യക്തമാകുന്നു. അതിനിടെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. 10 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതോടെ പോലീസിനെതിരെ വിമർശനം ശക്തമാകുകയുമാണ്. എന്നാൽ പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് ചോർന്നു കിട്ടിയതായിട്ടുള്ള വിവരവും വരുന്നു. മൈസൂരുവിലും ബംഗളൂരുവിലുമായാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയും ചെയ്യുന്നു. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കോടതിയുടെ വിശദാംശങ്ങളൊക്കെയായി ഡാനി പോളും ഒപ്പം രണ്ടാമത്തെ ഹർജിയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ഉണ്ടാക്കാത്ത വിധം, ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് ഉണ്ടാകാത്ത വിധം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വരിക, അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള വിഷയം. പക്ഷേ പോലീസിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുകയും ചെയ്യുന്നു. ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ അറസ്റ്റ് തടയുന്നതിലേക്ക് കോടതി എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്? അപർണ, കോടതി അറസ്റ്റ് 15-ാം തീയതി വരെ, ഡിസംബർ 15-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് പരിഗണിക്കുന്ന ഒരു സാങ്കത്യത്തിലാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഇന്ന് കോടതി ഇതിൻ്റെ ഒരു കേസിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ല. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതി പറഞ്ഞത്, ഇതിൽ പ്രതിക്ക് പറയാനുള്ള അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതുകൂടി എന്താണെന്ന് കേൾക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും വാദങ്ങൾ കോടതി കേൾക്കും, അതുകൂടി പരിഗണിക്കും. പ്രോസിക്യൂഷനും പറഞ്ഞു തങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമാണ് കോടതി ഈ കേസിൻ്റെ വാദങ്ങളിലേക്ക് കടക്കുക. അല്ലാതെ ഒരാളുടെ മാത്രം എന്നുള്ളതല്ല, രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട ശേഷം കോടതി ഇതിൻ്റെ ഈ ജാമ്യ ഹർജിയിലേക്ക് വരാം. അതുകൊണ്ട് ഇനി കേസ് പരിഗണിക്കുന്ന 15-ാം തീയതി വരെയും നോട്ട് ടു അറസ്റ്റ് എന്ന രീതിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു ആണ് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. 15-ാം തീയതി വരെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. 15-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിൽ വിശദമായ വാദങ്ങൾ കേൾക്കും. അതിൽ പ്രതിക്ക് പറയാനുള്ള, പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി വിശദമായി കേൾക്കും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഇത് തങ്ങൾക്കും ബോധിപ്പിക്കാനുണ്ട് എന്ന് ആമുഖമായി തന്നെ പ്രോസിക്യൂഷനും പറഞ്ഞു. ഇന്ന് മറ്റ് നടപടികളിലേക്ക് കോടതി കടന്നില്ല. കോടതി ചേരുമ്പോൾ തന്നെയും ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ് ഇത് കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ശ്രദ്ധയിൽപ്പെടുന്നത്, മുൻകൂർ ജാമ്യ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തുന്നതും. കോടതി ഉടനെ തന്നെ ഇനി പരിഗണിക്കുന്നത് ഇത് പരിഗണിക്കുന്ന 15 വരെയും നോട്ട് അറസ്റ്റ് എന്ന രീതിയിലേക്ക് കോടതി നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. അതേസമയം തന്നെയാണ് പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് പറയാനുണ്ട് എന്നത് പറഞ്ഞത്. ഏതായാലും ഇത്തരം രണ്ടുപേരുടെയും വാദമുഖങ്ങൾ 15-ന് പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ജാമ്യ ഹർജി തള്ളിയിരുന്നു. അന്ന് ഉന്നയിച്ച വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. പൂർണ്ണമായും താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഇത് കേട്ടിട്ടില്ല, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വസ്തുതകൾ, കാര്യങ്ങൾ പറയാനുണ്ട് എന്നത് പറഞ്ഞു. തനിക്കെതിരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഈ പെൺകുട്ടി, പരാതി ഉന്നയിച്ച പെൺകുട്ടിക്ക് പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട്. അത് തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പരാതി ഉന്നയിക്കാതിരുന്നത്? പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പരാതിയുമായി വരുന്നത്. ഈ സമയത്ത് ചില ആളുകൾ ഇവർക്കൊപ്പം ചേരുകയും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ലഭിക്കണം എന്നതാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇത് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാനുള്ള ചില തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് ഹാജരാക്കാൻ കഴിയും. ഇത് കോടതി പരിഗണിക്കണം. കോടതി അത്തരം കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കണം ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നാളുകളായിട്ട് നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. താൻ ഇതിൽ ഇരയാക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ളൊരു വാദമുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി മുൻപാകെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ ഇരയാണ്, തനിക്ക് പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ടാകണം തൻ്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി മുൻപാകെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച ശേഷം കേസിൻ്റെ കാര്യങ്ങളിലേക്ക് വരിക, ഹൈക്കോടതി അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതായിരുന്നു രാഹുൽ
പൂർണ്ണമായും തന്നെ ഇത് കോടതി മുൻപാകെ സമർപ്പിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് സാവകാശം നൽകിയാൽ മാത്രമേ തനിക്കുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തനിക്ക് സാവകാശം വേണം, അറസ്റ്റ് ഒഴിവാക്കി കിട്ടണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി വരെയാണ് ഇതിൽ ഇളവ് നൽകിയിരിക്കുന്നത്. 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. രണ്ടുപേരെ വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. ഡാനി, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഇന്ന് തന്നെ ഈ അറസ്റ്റിലേക്ക് കടക്കണം, അറസ്റ്റ് തടയരുതെന്ന് പ്രോസിക്യൂഷൻ പറയുക. സുപ്രീം കോടതിയുടെ വിധിന്യായം അടക്കമുള്ള കാര്യങ്ങൾ, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള ഈ പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതും ഒരു വശത്ത്, അപ്പുറത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പരാതികൾ കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഹൈക്കോടതി ഇതിനൊരു സാവകാശം നൽകുന്നു എന്നാണോ കരുതേണ്ടത്, അതോ ഒരു താൽക്കാലികമായിട്ട് രാഹുലിന്റെ വാദങ്ങൾക്കൊരു ജയം കിട്ടുന്നുണ്ട് ജുഡീഷ്യറിക്ക് മുൻപാകെ എന്നുള്ളൊരു വിലയിരുത്തൽ നിയമവൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെ കരുതാനാവില്ല അപർണ. കാരണം ഒരു താൽക്കാലിക വിജയമെന്നോ അല്ലെങ്കിൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വാദങ്ങൾ കോടതി പരിഗണിച്ചോ എന്നോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം കോടതി ഈ കേസ് ഇന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ ഒരു വാദമുഖങ്ങളിലേക്ക് കേൾക്കുകയോ കടക്കുകയോ ചെയ്തിട്ടില്ല. കോടതി ഇത് 15-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ആ സമയം വരെ ഇത് പരിഗണിക്കാമെന്നതാണ് പറഞ്ഞതെന്ന് രണ്ട് പേരോടും പറഞ്ഞത്. രണ്ട് പേരോടും, വാദിയോടും പ്രതിയോടും പറയുന്നത് ഇതിൽ കോടതിക്ക് കേൾക്കാനുള്ളത് കോടതി കേൾക്കും, രണ്ടുപേരെയും കോടതി കേൾക്കും. ഇതിലൊരു തീരുമാനമല്ല എടുക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം, ഒരു നടപടികളിലേക്കല്ല കടക്കുന്നത്. കേസ് അടുത്ത ദിവസങ്ങൾ പരിഗണിക്കുന്നത് വരെയുമുള്ള ഒരു സാവകാശം എന്ന രീതിയിലേക്കാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു നടപടി. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ വന്നിരിക്കുന്നത് 15-ന് വരെയും 15-ാം തീയതി വരെയും അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നടപടികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് മറ്റു പല രീതിയിലും തന്നെ അത് വായിക്കപ്പെട്ടേക്കാം. ഒരു രാഹുലിന് ആശ്വാസമെന്ന മറ്റു കാര്യങ്ങളിലൊന്നും പറയാം. പക്ഷേ കോടതി അത്തരം കാര്യങ്ങളിലേക്കൊന്നുമല്ല വന്നിരിക്കുന്നത്. കോടതി അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക എന്നത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് അന്ന് പരിഗണിക്കുന്നത് വരെയും ഈ രീതിയിൽ 15-ാം തീയതി വരെയും നോട്ട് അറസ്റ്റ് എന്ന രീതിയിലേക്ക് കോടതി വന്നിരിക്കുന്നത്. പക്ഷേ അതിനെ ഈ രീതിയിൽ തന്നെയാണ് പലരും കാണുന്നത്. ആദ്യഘട്ട വിജയം എന്ന രീതിയിൽ തന്നെ പലരും അതിനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുലുമായ അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെയും പറയുന്നത് ഈ നമുക്ക് മുന്നിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പും അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെയും അതുവരെയും അത് കഴിഞ്ഞു കിട്ടി എന്ന വരെയും ഒരു സാവകാശവും ഇടവേളയും എല്ലാം തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉയരുന്നു എന്നത് തന്നെയാണ്. ഈ സാവകാശങ്ങളിലേക്ക് പോകാനുള്ളൊരു കാരണം പോലീസിൻ്റെ ഒരു ഇടപെടലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കോടതിക്ക് മുൻപാകെ ഇന്ന് വന്നപ്പോൾ കോടതി തീരുമാനമെടുത്തത് ഇത്തരം കാര്യങ്ങളിലാണ്. 15-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അന്ന് രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്നതാണ്. ആ 15 എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കടന്നുകൊണ്ടുള്ള ഒരു തീയതിയാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റൈറ്റ്, ഞാൻ തിരികെത്താം. ഡാൻ കുര്യനെ നമുക്ക് മുൻചേരുന്നു. ഡാൻ, ഇതിൽ പോലീസിന്റെ നിലപാട് വലിയ തരത്തിൽ, അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്, ഈ വിഷയത്തിനകത്ത് അറസ്റ്റ് വൈകിച്ചുകൊണ്ട് അത് കോൺഗ്രസിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നു ഭരണപക്ഷം ഇടതുപക്ഷം എന്നുള്ളൊരു ആരോപണം ഒരു വശത്ത് നിൽക്കുക. അതിനൊപ്പം പോലീസിന്റെ നീക്കങ്ങളൊക്കെ ചോർന്ന് അതുകൊണ്ട് കൂടിയാണ് ഈ അറസ്റ്റ് നടക്കാതെ പോകുന്നത് എന്നുള്ള ആരോപണവും ഒരു വശത്ത് നിന്ന് വരിക. സ്വാഭാവികമായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ആളിക്കത്തിക്കാൻ ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന് കഴിയുകയും ചെയ്യും. ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ കൂടിയാണ് പോലീസിന്റെ ഈ ഉദാസീനതയ്ക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? എങ്ങനെ പ്രതിരോധിക്കുന്നു ഇടതുപക്ഷം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് കഴിഞ്ഞ 27-ാം തീയതി വ്യാഴാഴ്ചയാണ്. പക്ഷേ ആ പരാതി ലഭിക്കുന്നതിന് തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ യുവതി സമയം തേടിയിരുന്നു. അതായത് പരാതിയുമായി അവിടേക്ക് എത്താനാണ് മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം 26-ാം തീയതി തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പരാതി വന്ന് അതിൽ തുടർ നീക്കങ്ങളിലേക്ക് വേഗത്തിൽ കടക്കാൻ തീരുമാനമെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസിന് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അതിവേഗ നീക്കങ്ങൾ നടത്തുമെന്ന് അപ്പോൾ മുതൽ തന്നെ, അതായത് ഇങ്ങനെ ഒരു പരാതി വരാൻ സാധ്യതയുണ്ട് എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ മുതൽ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും 27-ാം തീയതി ഈ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായതാണ്. അവിടെ നിന്ന് ഒരു യുവനടിയുടെ വാഹനത്തിലാണ്
രാഹുൽ രക്ഷപ്പെട്ടതെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ കൃത്യമായി ഇത്തരം ഇങ്ങനെ ഒളിവിൽ പോകുന്നവരെ പിടികൂടാനായി വളരെ സ്ട്രാറ്റജിക്കലായി അത്തരം തന്ത്രങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെയാണ് സാധാരണയാണ് അവിടേക്ക് അയക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിനുവേണ്ടി നിയോഗിച്ച തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തോട്ട് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു അതൃപ്തി ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും മാധ്യമങ്ങൾക്കുൾപ്പെടെ ചോർന്നു പോകരുതെന്ന നിർദ്ദേശം ADGP അവർക്ക് നൽകിയത്. പക്ഷേ 10 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലായി വലപിരിച്ചിട്ടും രാഹുലിനെ പിടികൂടാനായില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസകരമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യത്തെ കേസിലാണ് രാഹുലിന് ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രണ്ടാമത് വീണ്ടും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ. അത് രണ്ടാമത് ഉയർന്നു വന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്തതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ അതിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അതിൽ നിലവിൽ നിയമസാധുത ആ പരാതിക്ക് ലഭിച്ചിട്ടില്ല. കാരണം അതിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴിയുമായി അഥവാ 164 സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്ന തുടർ നീക്കങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് ഇപ്പോൾ നിയമസാധുതയില്ല. അതൊരു ആരോപണം മാത്രമായി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ഇരയായ യുവതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഉണ്ടായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മൊഴി നൽകാൻ സാവകാശം തേടിയിരിക്കുകയാണ്. ഒരുപക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്ത്രപരമായി വീണ്ടും ഈ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ വൈകാതെ തന്നെ തീരുമാനം അറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡാൻ, ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റിലേക്കുള്ള ഒരു സാധ്യത ഈ ആദ്യത്തെ കേസിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബലാത്സംഗം എന്നുള്ളൊരു ആരോപണം കൂടിയായിരുന്നല്ലോ യുവതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് തടയിടാനായിട്ട് ആണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മുന്നോട്ട് പോകുന്നത്. അതായത് എല്ലാ തരത്തിലും കാര്യങ്ങൾ കൃത്യമായി രാഹുലിന് അറിയാൻ കഴിയുന്നുണ്ട്. ഏത് തരത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുകയും അതനുസരിച്ച് നിയമപരമായി ഇതിന് തടയിടാൻ രാഹുലിന് കഴിയുകയും ചെയ്യുന്നു. അതാണ് ഈ പറഞ്ഞ ഒരു 10 ദിവസവും നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അതായത് ആദ്യത്തെ കേസിൽ ഒരു മ്യൂച്വൽ കൺസെൻറ്റോടെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അങ്ങനെ പറഞ്ഞാണ് തന്നെ ശാരീരികമായി ഉപയോഗിച്ചത് എന്നായിരുന്നു യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ആ കേസിൽ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി എന്ന ഒരു ഗുരുതരമായ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ രണ്ടാമത്തെ പരാതിയുടെ ഗൗരവം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പരാതിക്കാരി ഔദ്യോഗികമായി അവരുടെ വീട്ടിൽ തന്നെ വിവാഹാലോചനയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് അറിയിച്ചതാണ്. അങ്ങനെ എത്തുന്നതിന് മുന്നോടിയായി സ്വകാര്യമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞ് സുഹൃത്തിനൊപ്പം എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ യുവതിയെ കയറ്റിക്കൊണ്ട് ഒരു ഹോം സ്റ്റേയിലേക്ക് സമാനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് വളരെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു എന്നാണ് ഈ യുവതി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ എഴുതി നൽകിയിരിക്കുന്ന പരാതിയിൽ, ഇമെയിൽ അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രേഖാമൂലം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴിയായി നൽകുകയും അതേ കാര്യം 164 സ്റ്റേറ്റ്മെൻറ്റായി മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി ആവർത്തിക്കുകയും ചെയ്താൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടുതൽ കുരുക്കായി മാറാൻ പോകുന്നത് ഈ രണ്ടാമത്തെ പരാതിയായിരിക്കും. കാരണം അത് ബലാത്സംഗ കേസാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത FIRലുള്ളത്. മാത്രമല്ല യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ആ കേസിൽ ചേർക്കാനാണ് സാധ്യത. റൈറ്റ്, ഞാൻ തിരികെത്താം. ഡാനി, അതാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിധിയുടെ പകർപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ രണ്ടാമത്തെ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിലൊരു കൃത്യമായ ബലാത്സംഗം എന്ന തന്നെ രീതിയിലേക്ക് അന്വേഷണം തുടങ്ങുകയുമാണ്. ആദ്യ കേസിലെ ഹൈക്കോടതി വിധി എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്? ഈ രാഹുൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തെല്ലാം പോയിന്റിൽ ആയിരിക്കും? അപർണ, ഈ കേസിൽ കോടതിക്ക് മുന്നിലേക്ക് വരുന്നേ ഉള്ളൂ. ഇതിൽ പ്രധാനമായും തന്നെയും ഇതിൽ തനിക്ക് തെളിവുകൾ സമർപ്പിക്കാനുണ്ടോ, ഒരു കോടതിയും തനിക്ക് തെളിവുകൾ സമർപ്പിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നിരാകരിക്കില്ല എന്താണ് എന്നത് സ്വാഭാവികമായും കേൾക്കും. അത് തന്നെയാണ് ഇന്ന് അതിൻ്റെ കേസിലേക്ക് കടക്കും മുൻപ് തന്നെ പ്രധാനമായും തന്നെ പറഞ്ഞതും ചൂണ്ടിക്കാണിച്ചതും എല്ലാം അത് തന്നെയാണ്.
തനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, അതുകൂടി കേൾക്കണം എന്നത് പറയുമ്പോൾ കോടതി അത് തന്നെയാണ് പറഞ്ഞത്. അത് ആര് പറഞ്ഞാലും കോടതി കേൾക്കുമെന്നാണ്, പ്രതിവാദി ആര് പറഞ്ഞാലും കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് അത് കേട്ടതിന് ശേഷം മാത്രം തന്നെയായിരിക്കും ഇത് പരിഗണിക്കുക എന്ന് പറഞ്ഞത്. അതിൽ പ്രധാനമായും തന്നെ രാഹുൽ ഉന്നയിക്കുന്നത് തനിക്കെതിരെ നടന്ന ആസൂത്രിതമായ വളരെ തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഒരു ഗൂഢാലോചന എന്നതാണ് പറയുന്നത്. അതിൽ ഊന്നി നിൽക്കുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം തനിക്ക് ഇതിൽ സമർപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുമായി നടത്തിയ വർത്തമാനങ്ങളും അതിൻ്റെതായ വിശദാംശങ്ങളും എല്ലാം തന്നെയും തനിക്ക് സമർപ്പിക്കാൻ കഴിയും. അതിൽ ചില കാര്യങ്ങൾ അവർ കൂടി വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ രാഹുൽ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ പരാതിയിലേക്ക് വരുന്നത് ചിലരുടെ നിർബന്ധിതമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുന്നു. ചില ആളുകൾ അവരോട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് താനിതിൽ പരാതിയുമായി വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് രാഹുൽ സമർത്ഥിക്കുന്നത്. അതിൻ്റെ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. അത് വേണ്ട രീതിയിൽ തന്നെ അത് കോടതിയിൽ നേരത്തെ അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് സമർപ്പിക്കപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളൊരു അവസരം തനിക്ക് തരണമെന്നതാണ് പറയുന്നത്. എന്തായാലും അതിനെതിരെ ശക്തമായ മറുവാദങ്ങളടക്കം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന് വളരെ ശക്തമായിട്ട് തന്നെ തുടക്കഘട്ടത്തിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് കോടതിയിൽ അതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി എതിർത്ത് മുന്നോട്ട് പോയതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും ഇതിൻ്റെ മറുവാദങ്ങളുമായെത്തും. കാരണം അവർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കില്ല ഇതിന് സമർപ്പിക്കുക എന്നതല്ല, തെളിവുകളല്ല. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് വിശദീകരണം നൽകാനും കാര്യങ്ങളും എല്ലാം തന്നെ കഴിയുകയും ചെയ്യും. ഏതായാലും അതിൽ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ഈ രീതിയിൽ സമർത്ഥിക്കാൻ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഏത് രീതിയിൽ കഴിയുന്നു എന്നതാണ് ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഏതായാലും അത്തരം വാദമുഖങ്ങളുടെ ഒരു തുറന്ന ഇടമായിട്ട് 15-ാം തീയതി ഹൈക്കോടതി മാറുമ്പോൾ ഇത് കേരള രാഷ്ട്രീയം തന്നെ, കേരള സമൂഹം തന്നെയും ഉറ്റുനോക്കുന്നൊരു കേസായിട്ട് മാറുന്നുണ്ട്. കാരണം ഇതിൽ ഈ എന്താണ് ഒരു നിലപാട് കാര്യങ്ങൾ എടുക്കുക, ഏത് രീതിയിലുള്ള തെളിവുകൾ ഇനി കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ പോയ തെളിവുകൾ രാഹുലിന് സമർപ്പിക്കാൻ കഴിയുമോ, അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾക്ക് പുറമെ മറ്റെന്താണ് നൽകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും 15-ന് അത്തരമൊരു കാര്യങ്ങളുടെ ഒരു തെളിവുകളുടെ ഒരു അവതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി രണ്ടുപേരുടെയും വാദങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ്. 15-ന് തന്നെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടായേക്കാമെന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ, രാഷ്ട്രീയപരമായിട്ട് പരിപൂർണമായിട്ട് തള്ളിപ്പറയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് ഒരു തരത്തിൽ തന്നെയാകും. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബൂസ്റ്റ് ആകും. പക്ഷെ അതുണ്ടാകുന്നില്ല. അതുണ്ടാകാതിരിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ഇത് സർക്കാരിന്റെ, ഭരണപക്ഷത്തിന്റെ, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കള്ളക്കളിയാണെന്ന് ആരോപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നു. മുഖ്യമന്ത്രി ഇന്ന് പോലും പക്ഷെ അതിന് തിരിച്ചടിച്ചിരിക്കുന്നത് എങ്ങനെ രാഹുലിന് കർണാടകത്തിൽ ഷെൽട്ടർ ഒരുക്കാൻ കഴിഞ്ഞു, വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ ഇത് കഴിയുകയില്ല എന്ന് ഇടതുപക്ഷം പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അറസ്റ്റ് നീങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും അറസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകുക എന്നുള്ള ഒരു സൂചന അത് കോൺഗ്രസിന് ഗുണകരമാകുന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘട്ടം ഘട്ടമായി നടപടിയെടുത്ത് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന തരത്തിലുള്ള മുരളീധരന്റെ ഭാഷയിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് വരെ കടന്നതിൻ്റെ മേൽക്കൈ ഒരു പരിധിവരെ ഇല്ലാതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകാതിരുന്നത് കൃത്യമായി കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ അറിവോടെയാണ് രാഹുൽ കർണാടകത്തിൽ ഒളിവിൽ കഴിയുന്നതെന്ന പരാമർശങ്ങളോടെയാണ്. ആ വിമർശനങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നതിനിടയിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത് കോൺഗ്രസിന് ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം ഇനി രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിലെ ചില നേതാക്കളാണെന്നുള്ള രാഷ്ട്രീയ വിമർശനങ്ങളുടെ പ്രസക്തി കുറയും. കാരണം ഇനി രാഹുൽ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന വാദത്തിന് ഇനി അങ്ങോട്ട് കഴമ്പ് ഉണ്ടായിരിക്കില്ല. കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്യും. അതേസമയം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉയരും. കാരണം ഇത്ര അസുലഭമായ ഒരു അവസരം രാഹുലിനെ പിടികൂടാൻ കിട്ടിയിട്ട്
എന്തുകൊണ്ട് കഴിഞ്ഞ 10 ദിവസമായി ഇത്ര പരിചിത മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിലെ ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിലെ ഈ കേസിലെ സുപ്രധാനമായ ഒരു പ്രതിയെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയാതെ പോയി ആഭ്യന്തര വകുപ്പിന്? അവിടെ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് ഇടതുപക്ഷം ഈ വിഷയം ഉപയോഗിക്കുകയായിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി രാഹുലിൻ്റെ അറസ്റ്റ് ബോധപൂർവം നീട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്. എന്ന തരത്തിലുള്ള വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജസ്റ്റിസ് കെമാൽ പാഷ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം, പ്രാഥമികമായി ഇത്തരം കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഈ ആരോപണ വിധേയരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. അങ്ങനെ ഒരു നടപടി ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ സർക്കാരും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അതിൽ ജനങ്ങൾ ആർക്കൊപ്പം ആർ പറയുന്നത് വിശ്വസിക്കും? ഇതിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരാമർശങ്ങൾ നടത്തുന്ന കാഴ്ച ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ച ആളല്ലേ എന്നതടക്കമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ആക്രമിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നീക്കമുണ്ട്. അത് കൃത്യമായി ഇതാകണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട എന്ന് കൂടി ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത് പ്രതിരോധിക്കാൻ കോൺഗ്രസിൽ ഏകകണ്ഠമായിട്ട് കഴിയുമോ? ഇതിനകത്ത് മാറി നിൽക്കുന്ന ഒരു വിഭാഗം കൂടി കോൺഗ്രസിനകത്തില്ലേ? മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിയിൽ പല നേതാക്കൾക്കും പല നിലപാടുകളായിരിക്കും. ആ ഓരോ നേതാക്കന്മാരുടെ നിലപാടുകളെയും ശരിവെക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഓരോ പക്ഷങ്ങളും കാണും. അതാണ് കോൺഗ്രസ് പാർട്ടിയെ മറ്റ് പാർട്ടികളിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാകുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഉയർന്നു കേട്ടപ്പോൾ ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കളെല്ലാം കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അത് ഈ റീൽ സംസ്കാരത്തിനെതിരെ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ബാക്കി പത്രമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം ഇങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിലനിർത്തുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അവർ ആ തന്ത്രവുമായി മുമ്പോട്ട് പോകും. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ പരാതിയിൽ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുമ്പോട്ട് നീങ്ങുകയാണ്. വനിതാ IPS ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച സ്വകാര്യതയിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചകൾക്കും മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ളൊരു ആയുധമായി ഭരണപക്ഷത്തിനും മാറിയിരിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇത് സജീവമായി ചർച്ചാ വിഷയമായി നിലനിൽക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത് എന്നതാണ് തുടർന്ന് അതിൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. ഒപ്പം ഡാൻ, ഇപ്പോൾ 2:45 രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതിനൊരു നിയമപരമായുള്ള സാധ്യത ഈ മിനിറ്റിൽ അതിന് കുറവായത് കാരണം പെൺകുട്ടി കൃത്യമായി മൊഴി കൊടുത്തിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് നടന്നത് എന്നുള്ള വ്യക്തതയുള്ളതുകൊണ്ട് ഒരുപക്ഷെ ആദ്യത്തെ കേസിനേക്കാൾ വലിയ നിയമക്കുരുക്കിലേക്ക് രണ്ടാമത്തെ കേസ് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 2:45 കോടതി നിന്ന് എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാവുക എന്നറിയുക. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജിന്റെ കുടുംബത്തിന് വധഭീഷണി. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. റിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഒരു ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് റിനിയും പിതാവും വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ, കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവനേതാവിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്.
ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ സ്വയം വന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ അതോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊരു വ്യക്തമായൊരു കാര്യമല്ലല്ലോ, നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ആരാണോ എന്താണെന്നോ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക, ആരും ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ തട്ടിക്കളയും, തീർത്തു കളയും എന്നുള്ള ഭീഷണിയൊക്കെ. അല്ല, കൊല്ലാൻ 4 സെക്കൻഡ് മതി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള 4 സെക്കൻഡ് പോലും അപ്പം വേണ്ട. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളുടെയും അതിലൂടെ വന്ന ഒരാളാണ്. ഇത്തരക്കാർക്കൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ തലയെടുക്കണമെങ്കിൽ തലയെടുത്തോ, ഒരു പ്രശ്നവും അതിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാമെതിരെ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാകട്ടെ, ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാകട്ടെ, ഏത് തരത്തിലുള്ള സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നേരിട്ട് തന്നെ ഒരു ഭീഷണി ഉണ്ടാകുന്നത്. റിനി ആൻ ജോർജിനെതിരെ ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, ഇതിനകത്ത് ഒരത്ഭുതവുമില്ല. ഏത് തരത്തിലാണ് സൈബർ ലോകത്തുണ്ടായ ആക്രമണം എന്നുള്ളത് കണ്ടതാണ്. ഓരോ പരാതിക്കാരികൾക്കുമെതിരെ എങ്ങനെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അയാളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിയേണ്ടതാണല്ലോ. ഇത് നീണ്ട് പോകാതെ തന്നെ ഇതിന്റെ സോഴ്സ് എന്താണ്, അതിന് രാഷ്ട്രീയ പിൻബലമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അപർണ, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ റിനിയുടെ വീടിൻ്റെ ഭാഗത്താണുള്ളത്. ഇത് ഈ ഗേറ്റിൽ വന്ന് നിന്ന് അസഭ്യം പറഞ്ഞ് ഒപ്പം തന്നെ ഭീഷണി മുഴക്കി കടന്നുപോയി എന്നതെല്ലാമാണ് പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നു. തൊട്ടടുത്ത സമീപത്തുള്ള ഈ കടകളിലടക്കം ഒരു പരിശോധന നടത്തി പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ വന്ന് ഈ റോഡിൽ നമുക്ക് ഈ പറവൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ റോഡിൽ ഇവിടെ വന്ന് ഒരാൾ ആദ്യം ഗേറ്റിൽ വന്ന് ഒരു പരിശോധന ഒരാൾ നടത്തുകയും അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. കുറച്ച് സമയത്തിന് ശേഷം ഒരാൾ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റിനിയുടെ പിതാവ് ജോർജ് ഇവിടേക്ക് ഓടിയെത്തുകയും അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നത് അവർക്ക് കേൾക്കാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞ ആൾ ഇല്ലാതാക്കി കളയുന്നത് അടക്കമുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉടനെ അയാൾ ഇവിടെ നിന്ന് ഹെൽമെറ്റ് ധരിച്ചിരുന്നു. ഉടനെ അയാൾ ഇവിടെ നിന്ന് മാറുകയും എല്ലാം തന്നെ ചെയ്തു എന്നാണ്. അപ്പോൾ ഈ രണ്ടുപേരും വ്യക്തികൾ 2 തവണയായി എത്തിയത് 2 വ്യക്തികൾ തന്നെയാണ് എന്നതാണ് ഇവർ പറയുന്നത്. ആദ്യം ഒരാൾ സ്കൂട്ടറിലും പിന്നീട് ബൈക്കിലുമായി എത്തി എന്നാണ് പറയുന്നത്. ഏതായാലും റിനിയുടെ പിതാവ് ഇവിടെ പറവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികളിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ റിനി പറയുന്നത് നേരത്തെ അതിരൂക്ഷമായ രീതിയിലുള്ള ഈ സൈബർ അറ്റാക്കിംഗ് ആയിരുന്നു നേരിട്ട് കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് നേരിട്ട് എന്ന രീതിയിലേക്ക് ഭീഷണി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ്. നേരത്തെ റിനിയുടെ പിതാവിൻ്റെ പ്രതികരണം പറഞ്ഞതുപോലെ തങ്ങൾ ഈ ഒരു യുവ നേതാവ് എന്നതല്ലാതെ മറ്റൊരു പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാതെ വ്യക്തമാക്കിയൊരു പരാതിയാണ്. മറ്റ് പെൺകുട്ടികൾക്ക് പരാതിയുമായി കടന്നു വരുന്നതിന് വേണ്ടി താനൊരിടം കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എല്ലാം തന്നെ ഈ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നതിന് നന്ദി കുറിക്കുന്നത് റിനിയുടെ പരാതിയായിരുന്നു. അപ്പോൾ തനിക്ക് നേരെ അതിരൂക്ഷമായ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു സൈബർ അറ്റാക്കും ഇപ്പോൾ നേരിട്ടുമെല്ലാം ഭീഷണി വരുന്നു. പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ തയ്യാറല്ല എന്ന് റിനിയുടെ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരു കണിക പോലും പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല, ഇവിടെ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെ
ഈ ഭീഷണിപ്പെടുത്തി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് റിനിയും കുടുംബവുമെല്ലാം ആവർത്തിക്കുന്നത്. ഏതായാലും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാകാനുള്ള രീതിയിലേക്ക് പോലീസ് പരിശോധനകൾ ഈ ഭാഗത്ത് തുടരുന്നുണ്ട്. റോഡുകളിൽ മറ്റിടങ്ങളിലുമെല്ലാം തന്നെ ഈ സമയം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇന്നലത്തെ ആ ഒരു സമയം കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനം കണ്ടെത്താൻ ഉള്ള പരിശോധനകളാണ്. വൈകാതെ അതിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇതിലൂടെ അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു നിരത്തല്ല, പൊതു നിരത്തിൽ നിന്ന് മാറിയുള്ള മറ്റൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ വളരെ എളുപ്പം തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭീഷണി കൊണ്ട് പരാതിയിൽ നിന്ന് പിൻവാങ്ങില്ല എന്നതാണ് റിനിയുടെയും കുടുംബത്തിൻ്റെയും. ഡാനി, നേരത്തെ തന്നെ ഇത് എപ്പോഴാണോ റിനി ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞത് അന്നു മുതൽ സൈബർ ഇടത്തിൽ ആ തരത്തിലുള്ള ആക്രമണമുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ നേരിട്ട് വധഭീഷണി വരുമ്പോൾ ഏത് തരത്തിലാണ് റിനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പിന്തുണ? രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടക്കം ഏതെങ്കിലും തരത്തിലൊരു പിന്തുണയുണ്ടോ? അത് ഈ കുടുംബം ഒറ്റയ്ക്ക് നിന്ന് ഇതിനായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്നുകൂടിയാണോ റിനിയുടെയും അച്ഛൻ്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപർണ, ഇക്കാര്യത്തിൽ ഒരു പരസ്യ പിന്തുണ എന്ന രീതിയിലേക്ക് ആരും തന്നെയും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ റിനിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ഈ രീതിയിലുള്ളൊരു വധഭീഷണി അടക്കമുള്ള കാര്യങ്ങളെ അപലപിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നതേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണമടക്കം ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. പരാതി ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ അതിലുള്ളൊരു പ്രതികരണങ്ങളും കാര്യങ്ങളും വന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നത് വ്യക്തമല്ല. എങ്കിൽ കൂടിയും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ, കാരണം നേരത്തെയും സൈബർ ആക്രമണം റിനിക്കെതിരെ എല്ലാം തന്നെ തുടരുമ്പോൾ അതിൽ വലിയ പ്രതികരണങ്ങളടക്കം വിവിധ കോണുകളിൽ നിന്നെല്ലാം തന്നെ വരികയും എല്ലാം തന്നെ ചെയ്തിരുന്നതാണ്. ഇടതുപക്ഷം പൊതുവിലും തന്നെ ഇത്തരം ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണങ്ങൾ എന്നൊരു പൊതു മാനദണ്ഡത്തിലടക്കം റിനിയെ പിന്തുണയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനെ അപലപിക്കുകയും ശക്തമായ നടപടികളിലേക്ക് പോകണമെന്ന് എല്ലാം തന്നെ സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യം എല്ലാം പൊതുവിലുണ്ടായിരുന്നു. വൈകാതെ അത്തരം പ്രതികരണങ്ങളിലേക്കെല്ലാം തന്നെ രാഷ്ട്രീയ നേതൃത്വം കടന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ആരാണ് എന്താണ് എന്ന രീതിയിലുള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയുള്ളൊരു പോലീസ് അന്വേഷണം വൈകാതെ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത രീതിയിലുള്ളൊരു വഴിയാണ്, ഒരു റോഡ് എന്നതെല്ലാം തന്നെ പറയാവുന്നതാണ്. അതുകൊണ്ട് വാഹനങ്ങളിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അവർ പരിശോധിച്ച് വരികയാണ്. വൈകാതെ അതിനൊരു ഉത്തരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപർണ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത്. ഏതെങ്കിലും ഭീഷണി കൊണ്ടൊന്നും താൻ പിന്നോട്ട് പോകില്ല എന്ന് കൂടിയാണ് റിനിയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റ് വാർത്തകൾ നോക്കാം സ്പോട്ട് ലൈവിൽ ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറം പൊന്നാനിയിൽ വൻതോതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു. നിരവധി യൂണിവേഴ്സിറ്റികളുടെ പേരുള്ള 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചത്. സംഭവത്തിൽ 10 പേർ പിടിയിലായി. വലിയ സംഘം, വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതില് ആദ്യത്തെ അറസ്റ്റായിട്ട് ഇവർക്കൊരു മിസ്റ്റർ ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാർ, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണെന്നും അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളതും മനസ്സിലായി. തുടർന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതിനെ തുടർന്ന് വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട്, വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ പൊന്നാനി SIയും ടീമും ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഫോർജ് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ പൂർണ്ണമായിട്ടും വിളിച്ചത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആയിരക്കണക്കിന്, ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തന്നെ മോർ ദാൻ 80,000 ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റുകൾ. അത് പ്രിന്റ് ചെയ്തതും പ്രിന്റ് ചെയ്യാത്തതാണ് ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അവിടെ സീസ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മൾട്ടി ഫങ്ഷൻ പ്രിന്റേഴ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ, ഹോളോഗ്രാമുകൾ,
അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അവിടെ ഒരു വീട് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി. വി കെ ജിഷാദ് വിവരങ്ങളുമായി ചേർന്നു. ജിഷാദ്, ഒരു വലിയ ഒരു ഗ്യാങ്ങിനെ തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ വിവരം പുറത്തു പോകുന്നത്? ഇതെങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഇത്രയും വലിയ ഒരു സംഘത്തെ വലവീഴ്ച പിടിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ കണ്ടെത്തിയത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റും ാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. പൊന്നാനി പോലീസും അതുപോലെ മലപ്പുറം ഡാൻസ് അപ്പ് ടീമും സംയുക്തമായുള്ള പരിശോധനയിലാണ് ഈ സംഭവത്തിലെ ആളുകളെ, അതായത് മുഖ്യ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതുപോലെ മലപ്പുറം സ്വദേശികളായ 10, അതായത് മലപ്പുറം തമിഴ്നാട് സ്വദേശികളായ ആളുകളടക്കം 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ നിർമ്മാണ കേന്ദ്രത്തിന് അതായത് പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. മലപ്പുറം മീനടത്തൂർ സ്വദേശിയായ ഡാനി എന്ന ധനീഷ്, അതുപോലെ പോത്തന്നൂർ പൊന്നാനി സ്വദേശി മൂച്ചിക്കൽ ഇർഷാദ്, തിരൂർ പുത്തൂർ സ്വദേശി വീട്ടിൽ രാഹുൽ എന്നീ തിരൂർ പയ്യനങ്ങാടി സ്വദേശി നിസാർ, അതുപോലെ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജസീം, അതുപോലെ ഷെഫീഖ്, തിരുവനന്തപുരം സ്വദേശി ഷെഫീഖ്, തമിഴ്നാട് സ്വദേശി ജൈനുൽ ആബിദീൻ, അരവിന്ദ്, വെങ്കിടേഷ് എന്നിവരാണ് പൊന്നാനി CI അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രവും അതുപോലെ ഈ സർട്ടിഫിക്കറ്റും പിടിച്ചെടുക്കുന്നത്. വിവിധ ജോലി അടക്കമുള്ളവയിലേക്ക് കയറിയെന്ന് പോലീസ് അറിയിക്കുന്നു. അതായത് അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന്റെ സാമ്രാജ്യമാണ് പോലീസ് തൂത്തെടുത്ത് ഒളിച്ചടക്കിയിട്ടുള്ളത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ തുടങ്ങിയ 22 യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകളും പ്രിന്റിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റുകൾ എന്നീ സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു പ്രത്യേക കേസാണ് ഈ പിടിച്ചെടുത്തിട്ടുള്ള കേസ്. ജിഷാദ്, അതോടൊപ്പം തന്നെ ഈ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ലിങ്ക് ഉണ്ടോ? അത്തരം ബന്ധങ്ങളുണ്ടോ? ഈ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ വ്യാജമായി നിർമ്മിച്ചു വിടുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കൂടിയുണ്ടോ? അതോ ഇത്രയും വലിയ ഒരു സംഘത്തെ വലയിലാക്കുന്നതോടുകൂടി ആ ഒരു മിഷൻ അന്വേഷണം അവസാനിപ്പിച്ചു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? അപർണ, തീർച്ചയായും അതായത് തിരൂർ സ്വദേശി ദാനി എന്ന ധനീഷാണ് ഈ ഇതിലെ മുഖ്യ സൂത്രധാരൻ. ഈ ധനീഷ് അതായത് കോടീശ്വരനായിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഇവരുടെ കേന്ദ്രം അതായത് തമിഴ്നാട്ടിലാണ് ഇവരെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അതായത് 1 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ഹോളോഗ്രാം എന്നിവയാണ് പോലീസ് കണ്ടെടുത്തത്. ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അന്വേഷണത്തിലാണ് ഈ സംഭവം പിടിച്ചെടുക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. കാസർഗോഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച കേസിൽ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മേൽപ്പറമ്പ് സ്വദേശി റംസാൻ സുൽത്താൻ ബഷീർ, തളങ്കര തെരുവത്ത് സ്വദേശി നാച്ചു എന്ന TH ഹാംനാസ്, പാലക്കാട് തെങ്കര സ്വദേശി P അസറുദ്ദീൻ എന്നിവരാണ് വിദ്യാനഗർ പോലീസിന് പിടിയിലായത്. കുമ്പള റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്ത് ബൈക്ക് മോഷ്ടിച്ച കേസിലും ഒരാൾ പിടിയിലായി. KB ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഏത് തരത്തിലാണ് ഈ കാർ മോഷണവുമായി ബന്ധപ്പെട്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത്? തീർച്ചയായും അപർണ, ഈ വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ കാസർഗോഡ് നിന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത അത് ഉടമസ്ഥരൊക്കെ വലിയ തോതിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സംഭവം തന്നെയാണ്. അത്തരത്തിൽ സ്വന്തം ഡ്രൈവർ തന്നെ വാഹനം മോഷ്ടിക്കാൻ പദ്ധതിയിടുന്നു, അത്തരത്തിൽ ആസൂത്രണം ചെയ്യുന്നു, വലിയൊരു സംഘത്തെ തന്നെ അവസാനം പോലീസ് പിടികൂടുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതായത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മധൂർ സ്വദേശിയായ മുഹമ്മദിന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാണ് ഇത്തരത്തിൽ ഈ മേൽപ്പറമ്പ് സ്വദേശിയായ ബഷീർ എന്ന് പറയുന്ന ഈ ഡ്രൈവർ തന്റെ തളങ്കര ഉള്ള ഒരു ഹംനാസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിയായ അസറുദ്ദീൻ ഇവരുടെ സഹായത്തോടുകൂടി മോഷണം നടത്തുന്നത്. ഈ ഡിസംബർ 1 ഈ വാഹനം മോഷണം പോകുന്നത്. പിന്നീട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഈ വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ സഹായത്തോടുകൂടി ഈ വാഹനം അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ കടന്നു പോകുന്നതായി തിരിച്ചറിയും. പിന്നീട് അഗളി പോലീസാണ് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് വെച്ച് വാഹനം പിടികൂടുന്നത്. ആ വാഹനം പിടികൂടുമ്പോഴേക്കും അതിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരുന്നു, ഇത് നമ്പറൊക്കെ
ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ അസറുദ്ദീൻ 1,80,000 രൂപയ്ക്കാണ് ഈ കാർ വാങ്ങുന്നത്. പിന്നീട് ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയാണ് ഈ വാഹനം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. GPS സൗകര്യം ഇതിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വളരെ പെട്ടെന്ന് പിടികൂടാനായതും. പിന്നീട് ഈ അസറുദ്ദീനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. ഈ ഡ്രൈവർ തന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി ഹാംനാസ് വഴി ഈ കാർ ഇവിടുന്ന് മോഷണം നടത്തുകയും പിന്നീട് അസറുദ്ദീൻ ഇത് വിൽപ്പന നടത്തുകയുമായിരുന്നു. എന്നാൽ ഇവരുടെ പക്കൽ നിന്നും 1,40,000 രൂപ, അതായത് 1,80,000 രൂപയ്ക്കായിരുന്നു ഈ കാർ വിൽപ്പന നടത്തിയിരുന്നത്. ആ പണത്തിൽ നിന്നും 1,40,000 രൂപ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അസറുദ്ദീനും അതുപോലെ തന്നെ ഹാംനാസും നിരവധി കേസുകളിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലൊപ്പം കണ്ണൂർ ജില്ലയിലും വിവിധ കേസുകളിലെ പ്രതികളാണെന്ന് അറിയുന്നു. ഇത്തരം പ്രതികളായവരെയാണ് ഈ ഡ്രൈവറായി വെക്കുന്നതെന്നും ഓർക്കണം. എന്തായാലും ഈ ഉടമസ്ഥരോടുള്ള വിശ്വാസത മുതലെടുത്ത് ഈ വാഹനം ഇത്തരത്തിൽ മോഷണം നടത്താൻ പദ്ധതി ഇടുകയായിരുന്നു. അങ്ങനെ ആ പദ്ധതിയിൽ ആണ് പോലീസ് കൃത്യമായി ഇടപെട്ട് പൊളിച്ചിരിക്കുന്നത്. ഇവരെ മൂന്നുപേരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ അസറുദ്ദീൻ വാഹനത്തിൽ നിന്ന് തന്നെ അസറുദ്ദീനെ കിട്ടിയത് കൊണ്ടാണ് ഈ ഡ്രൈവറായ ഈ ബഷീറാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം പോലീസിന് കണ്ടെത്താൻ സാധിച്ചതും അങ്ങനെ അയാൾ പിടിയിലാകുന്നതും. എന്തായാലും ഇതോടൊപ്പം തന്നെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഒരു മോട്ടോർ ബൈക്ക് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ ബൈക്ക് മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലാകുന്നത്. കണ്ണൂർ സ്വദേശിയായ ഡൊമിനിക് എന്ന് പറയുന്ന ആളാണ് അറസ്റ്റിലായത്. ഇയാൾ ഈ വാഹനവുമായി മംഗളൂരുവിലേക്കായിരുന്നു പോയത്. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ഒടുവിൽ എത്തുമ്പോഴേക്കും ഇയാൾ മറ്റൊരു കേസിൽ മംഗളൂരുവിൽ പോലീസ് പിടിയിലായിരുന്നു. അങ്ങനെ അവിടെ എത്തി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാറ് മോഷണവുമായി ബന്ധപ്പെട്ട് 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ മറ്റ് ഏതെങ്കിലും മോഷണം ഈ സമീപകാലത്തായി നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണം ഈ സംബന്ധിച്ചുണ്ടാകും. എന്നാലും ഈ 3 പ്രതികളെയും പോലീസിൽ ഇപ്പോൾ പിടികൂടാനായി. ബൈജു, ഈ പറഞ്ഞ പോലെ ബൈക്ക് മോഷണവും നടക്കുന്നു. ഇത് ഈ വാഹന മോഷ്ടാക്കളുടെ ഒരു വലിയ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ ഇത് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പിറകിൽ അത്തരം ചില സംശയങ്ങളും കൂടി ഉണ്ടോ പോലീസിന്? അങ്ങനെ എന്തെങ്കിലും വല്ല സൂചനകളും ഉണ്ടോ ഇതിനപ്പുറത്തേക്ക്? തീർച്ചയായും ഉണ്ട് അപർണ. കാരണം ഈ അസറുദ്ദീൻ എന്ന് പറയുന്നയാൾ 1,80,000 രൂപയ്ക്കാണ് ഈ കാർ വാങ്ങുന്നത്. അതായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനം ഇത്രയും ചെറിയ പണത്തിനാണ് വാങ്ങുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ മാറ്റിയാണ് ഇയാൾ ഈ കാർ ഇവിടെ നിന്ന് കടത്തുന്നുണ്ടായത്. പ്രത്യേകിച്ച് മേട്ടുപ്പാളയത്ത് നിന്ന്, തമിഴ്നാട് നിന്നാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാനായത് എന്ന് തന്നെയാണ് വലിയൊരു സംഘം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ ഇതിപ്പോൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടൊരു കാറ് അതിന്റെ ഡ്രൈവറുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോയതാണ്. അങ്ങനെയല്ലാതെ പലതരത്തിലുള്ള വാഹനം മോഷ്ടിച്ച് ഒരു പക്ഷേ ഈ തമിഴ്നാട്ടിലെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതായ ഒരു വിവരങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഏതായാലും അസറുദ്ദീൻ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. പോലീസ് കൃത്യമായി മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ അസറുദ്ദീൻ ഉൾപ്പെടെ വലിയൊരു സംഘം ഇത്തരത്തിൽ വാഹനം മോഷ്ടിക്കുകയും അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ നിരവധി വാഹനങ്ങൾ ഇവർ കേരളത്തിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുപോയതായൊക്കെ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ വീട്ടിൽ ഡ്രൈവറും അതുപോലെ തന്നെ വലിയ നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ട് ഈ ഒരു വാഹന മോഷണ സംഘം തന്നെയാണ് ഇത്, വലിയൊരു സംഘത്തിന്റെ കണ്ണികളാണ് ഇവർ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അസറുദ്ദീൻ ഇതിൽ ഈ വാഹനം എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാൾ 1,80,000 രൂപയ്ക്കാണ് ഈ ഒരു കാറ് വിലക്ക് വാങ്ങുന്നതും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇത് ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുപോയതാണ്. ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്തിക്കുക, അതായിരിക്കാം ഒരുപക്ഷെ ഈ അസറുദ്ദീന്റെ ദൗത്യം. അങ്ങനെ എത്തിക്കുന്നതിനിടയിൽ തന്നെ പോലീസിന് ഇവരെ പിടികൂടാനായി. ഏതായാലും തമിഴ്നാട് കേന്ദ്രീകരിച്ച് വലിയൊരു വാഹന മോഷണ സംഘം കേരളത്തിൽ നിന്നുൾപ്പെടെ വാഹനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസിന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. അപർണ. ഇനി കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ കയറി ഭീഷണി മുഴക്കി മദ്യപന്റെ പരാക്രമം കാണുക. ചെറിയഴിക്കൽ സ്വദേശിയായ യുവാവാണ് പോലീസിനെ തന്നെ വട്ടം കറക്കിയത്.
ഏറെ നേരം പണിപ്പെട്ടാണ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. എസ് വിനേഷ് ചേരുന്നു. വിനീഷ്, ഈ നീണ്ടുപോയ ഈ പരാക്രമവും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വലിയ തരത്തിലുള്ള ഒരു സമയം അതിനായി മെനക്കെടുത്തേണ്ടി വരികയും ചെയ്യുക, എപ്പോഴാണ് ഈ താഴെ ഇറക്കാൻ കഴിഞ്ഞത് ഇയാളെ? അപർണ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാധാരണ നടപടിക്രമങ്ങളാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. അങ്ങനെ പിടികൂടിയ ഒരാളാണ് ഇത്. പക്ഷേ മദ്യപിച്ച് പൊതുസമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി അങ്ങനെ നൈറ്റ് പെട്രോളിങ്ങിലുള്ള പോലീസുകാരാണ് ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇങ്ങനെ വിട്ട ഒരാളാണ് പോലീസിന് ഇത്തരത്തിലുള്ളൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏറെ നേരം അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നേരം പണിപ്പെട്ടാണ് ഇയാളെ താഴെ ഇറക്കിയത് തന്നെ പോലീസുകാർ പല അടവും പ്രയോഗിച്ചു എന്നുള്ളതാണ്. ആദ്യം ഇറങ്ങാനായിട്ട് വിരട്ടി പറഞ്ഞു, പക്ഷേ അയാൾ ഇറങ്ങാൻ തയ്യാറായില്ല. ഒരു പോലീസുകാരൻ അയാളുടെ ചെകിടത്തടിച്ചു. ഇതൊക്കെയായിരുന്നു അയാൾ തെങ്ങിൻ്റെ മുകളിൽ നിന്നും പറഞ്ഞത്. അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നോണമായിരുന്നു ഇയാൾ തെങ്ങിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആളാണ്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം അയാൾക്ക് പെറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അങ്ങനെ വിട്ടപ്പോഴാണ് തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാറാവുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തെങ്ങിൻ്റെ മുകളിൽ, സ്റ്റേഷന് മുന്നിലുണ്ടായ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയും എടുത്തു ചാടുമെന്ന് ഒരു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ തന്നെ പോലീസുകാർക്ക് ആകെ പ്രശ്നമായി. പോലീസുകാർ ഇതിനെ ചുറ്റും നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇയാൾ ഇറങ്ങാൻ തയ്യാറായില്ല. നിലവിൽ ആ സമയത്ത് ഏതോ പോലീസുകാർ ഇയാളെ മർദ്ദിച്ചു എന്ന് പറയുന്നു, അസഭ്യം പറഞ്ഞു. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നോണമായിരുന്നു ഈ യുവാവിൻ്റെ ഇത്തരത്തിലുള്ളൊരു പരാക്രമം ഉണ്ടായത്. പക്ഷേ ഫയർഫോഴ്സ് സംഘം അടക്കം അവിടെ എത്തേണ്ട ഒരു സാഹചര്യം എത്തി. ഈ തെങ്ങിന് ചുറ്റും, അതായത് താഴെ നിന്ന് തന്നെ വല വിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ വല വിരിച്ചിട്ട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ഇദ്ദേഹം ഇറങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ പറഞ്ഞു, അളിയാന്ന് വരെ വിളിച്ചു എന്നാണ് പറയുന്നത് പോലീസുകാർ. അളിയ ഇറങ്ങുമെന്ന് അങ്ങനെ അനുനയിപ്പിച്ചാണ് ഇയാളെ താഴെ ഇറക്കിയത്. പിന്നീട് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആയിട്ടാണ് താക്കീത് കൊടുത്ത് വിടുകയും ചെയ്തു. അപർണ, വിനീഷ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ അതൊരു അപകടമായി പോയിരുന്നെങ്കിൽ പോലീസ് വലിയ തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നേനെ. പോലീസിന്റെ ഭാഗത്തും ചില മർദ്ദനങ്ങൾ ഉണ്ടായി എന്ന വിഷയം കൂടി ഉള്ളതുകൊണ്ട് മറ്റ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളോ മറ്റൊക്കെ ഈ സംഭവത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഇതിനുശേഷം. തീർച്ചയായും അങ്ങനെ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ പൊതുജനത്തിൽ, അതായത് സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി, മദ്യപിച്ചിട്ട് ബഹളമുണ്ടാക്കി എന്നുള്ളൊരു കുറ്റമാണ് ഇയാളുടെ പേരിലുള്ളത്. അങ്ങനെ നാട്ടുകാർ ഇടപെട്ടാണ് പോലീസിൽ ഏൽപ്പിക്കുന്നത്. പോലീസ് നൈറ്റ് പെട്രോളിങ്ങിനുള്ള പോലീസാണ് പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഇയാൾ ആരോപിക്കുന്നത് പോലീസുകാരൻ ചെകിടത്തടിച്ചു, അസഭ്യം പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ ഈ പോലീസുകാരോടുള്ള ഒരു വിരോധം എന്നോണമാണ് ഇയാൾ ഈ തെങ്ങിന് മുകളിൽ കയറുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തത്. എന്തായാലും പോലീസിൻ്റെ ഒരു സമയോചിതമായൊരു ഇടപെടൽ അവിടെ ഉണ്ടായി. ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏറെ ദൈർഘ്യമുള്ള ദൃശ്യമാണ്. ഒരുപാട് നേരം പണിപ്പെട്ടാണ് ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. കാരണം മദ്യലഹരിയിലുള്ള ഒരാളാണ്. ആ സമയം എന്ത് വേണമെങ്കിലും അയാൾ പ്രവർത്തിക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും പോലീസുകാർ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അനുനയിപ്പിച്ച് ഇറക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഫയർഫോഴ്സ് സംഘം അടക്കം എത്തുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ചെയ്താണ് എന്തായാലും ഇറക്കിയത്. ഇപ്പോൾ താക്കീത് കൊടുത്ത് വിടുകയും ചെയ്തു പോലീസ്. ബന്ധുക്കളെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്താണ് ഇട്ടിരിക്കുന്നത്. വിനേഷ്, അതോടെ തന്നെ ബന്ധുക്കളെയും കൂടെ വിളിച്ചു വരുത്തിയോണ്ട് ഇത്തരത്തിൽ അങ്ങനെ ഒരു മാനസിക നിലയൊന്നും ഇതിന് മുൻപ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ ഒന്നുമല്ല എന്നും കൂടി ഉറപ്പുവരുത്തിയിട്ട് കൂടിയാണോ പോലീസ് വിട്ടിരിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് നിർദ്ദേശമോ മറ്റോ കൊടുത്തിട്ടുണ്ടോ?
തീർച്ചയായും കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ചപ്പോൾ അതാണ്, ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അക്രമാസക്തൻ ആവുന്ന ഒരു പതിവുണ്ട്. പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, അടിപിടി കേസുകൾ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന തരത്തിലേക്ക് ഇയാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് പോലീസ് കണക്കിലെടുത്തി ആണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിക്കും നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തു. അയാളെ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാവാതെ നോക്കണം എന്നുള്ള ഒരു താക്കീത് കൊടുത്താണ് പോലീസ് വിട്ടത്. നിലവിൽ ഇയാൾക്കെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല. സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് പോലീസുകാരുണ്ടായ ഒരു വിരോധം, മദ്യലഹരിയിലുണ്ടായ ഒരു വിരോധം അയാൾ ഇങ്ങനെ തീർത്തു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപർണ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ഗൗരവമാണ്. ഇയാൾ ഈ തെങ്ങിന് മുകളിൽ നിന്ന് എടുത്ത് ചാടിയിരുന്നുവെങ്കിൽ, അയാളുടെ ജീവഹാനി വല്ല സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ത് ആയി മാറുമായിരുന്നു, ഇതിൻ്റെ ഒരു രീതി തന്നെ മൊത്തത്തിൽ മാറുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് സമയോചിതമായി ഇടപെട്ടത്. അയാളെ അനുനയിപ്പിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അളിയ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അളിയ എന്ന് വിളിക്കുന്നു, സാറേ എന്ന് വിളിക്കുന്നു, കൈകൂപ്പി തൊഴുത് അത്രത്തോളം രമ്യതയിൽ സംസാരിച്ച് അയാളുടെ മനസ്സ് മാറ്റിയാണ് എന്തായാലും താഴെ ഇറക്കിയത്. ഇപ്പോൾ അയാൾ സുരക്ഷിതനായിട്ട് വീട്ടിലുണ്ടെന്നാണ് അറിയുന്നത്. അപർണ, വിനേഷ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കരുനാഗപ്പള്ളിയിലാണ് പോലീസ് സ്റ്റേഷൻ മുന്നിലെ തെങ്ങിൽ കയറി ഭീഷണി മുഴക്കി മദ്യപന്റെ പരാക്രമം ഉണ്ടായത്. ചെറിയഴിക്കൽ സ്വദേശിയായ യുവാവാണ് പോലീസിനെ ഇങ്ങനെ വട്ടം കറക്കിയത്. ഒടുവിൽ പോലീസും പിന്നെ ഫയർഫോഴ്സിനെയും വിളിച്ച് ചേർത്ത് കൂടിയാണ് ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി ബന്ധുക്കളെ വിളിച്ചു വരുത്തിയാണ് പറഞ്ഞുവിട്ടത്. മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു. ഇടുക്കിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിൽ. രാജാക്കാട് ബന്ധുവീട്ടിലെത്തിയ വയനാട് സ്വദേശി ചാക്കോ എന്ന 74-കാരനെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈദ്യ പരിശോധന നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, നാണം കെടുത്തുന്ന വാർത്ത കൂടിയാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത്? വിവരങ്ങൾ എന്താണ് കേസിന്റെ? അപർണ, തീർച്ചയായും വളരെയധികം മനഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ രാജാക്കാളിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു 10 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായിരിക്കുന്നു. അത് 74 വയസ്സുകാരനായ വയോധികനിൽ നിന്ന്. ഇയാൾ വയനാട് സ്വദേശിയാണ്. ഇയാൾ രാജാക്കാളിലുള്ള ബന്ധുവീട്ടിലേക്ക് സന്ദർശിച്ചെത്തിയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടുകാരെ വയറുവേദന ഉള്ളതായി അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ്, തുടർന്ന് ആശുപത്രി അധികൃതർ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം നടന്ന വിവരം അറിയുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും ഇയാൾ ഈ പ്രദേശത്ത് നിന്നും വയനാട് മേഖലയിലേക്ക് കടന്നിരുന്നു. പിന്നീട് രാജാക്കാട് പോലീസ് വയനാട്ടിലെത്തി ഇത് പുലർച്ചയോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ കൃത്യമായ പരിചരണമൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിക്ക് നേരെ 74 വയസ്സുകാരുടെ നിന്നാണ് ഇത്തരത്തിലൊരു തിക്താനുഭവം ഉണ്ടായത്. കൃത്യമായ ഇടപെടൽ ഉടൻ തന്നെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും അങ്ങനെ വിവരം പുറത്തിറങ്ങിയതായിരുന്നു. അപർണ, 74-കാരനാണ് ഈ പ്രതി. പ്രിൻസ്, മുൻപും ഈ തരത്തിലുള്ള കേസുകളോ മറ്റോ ഇയാൾക്കെതിരെ ഉണ്ടോ? എങ്ങനെയാണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഏത് തരത്തിലാണ് പോലീസ് പറയുന്നത്? അപർണ, ഈ കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. ഇയാൾ ഇവിടെ ഈ
വയനാട് സ്വദേശിയാണ്. അകന്ന ഒരു ബന്ധുവീട്ടിലേക്കാണ് ഇയാൾ ഈ കഴിഞ്ഞ ദിവസം എത്തിയത്. രാജാക്കാട്, ഇടുക്കിയിലെ രാജാക്കാട് വരെയുള്ള അകന്ന ബന്ധുവീട്ടിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും കുട്ടിക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഈ സംഭവം അറിഞ്ഞൊരു വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകുന്ന സമയത്ത് തന്നെ ഇയാൾ ഈ വിവരം മനസ്സിലാക്കുകയും തുടർന്ന് തന്നെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് വയനാട്ടിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വിശദമായ ഒരു അന്വേഷണം സംഭവത്തിലുണ്ടാകും. പോലീസ് കൃത്യമായ ഇടപെടൽ തന്നെ നടത്തുകയും ഇവിടെ രാജാക്കളിൽ നിന്നും വയനാട്ടിലേക്ക് പോയ പ്രതിയെ കഴിഞ്ഞ രാത്രി തന്നെ ഇന്ന് പുലർച്ചയോടെ തന്നെ പിടികൂടാൻ സാധിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായ പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൃത്യമായൊരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവും. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലൊക്കെ പോലീസ് നമുക്ക് നൽകുമെന്നാണ് കരുതുന്നത്. അപർണ, അതോടൊപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഏത് തരത്തിൽ കൂടിയാണ് പ്രിൻസ്? പുറത്ത് മുഴുവൻ കാര്യങ്ങളും പുറത്ത് പറയാത്തതുകൊണ്ട് തന്നെ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കൂടിയാണ്. അപർണ, കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഉടൻ തന്നെ വീട്ടുകാർ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി അധികൃതർ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നിലവിലില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും കൃത്യമായ ഒരു പരിശോധനയും ഇടപെടലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. വയറുവേദന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട ഉടൻ തന്നെ വീട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വൈദ്യപരിശോധനയും സാഹചര്യങ്ങളും എല്ലാം ലഭിച്ചു. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തുവാനും സാധിച്ചു. പോലീസിന് കൃത്യമായ ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടാവുകയും സാധിച്ചു. വയനാട്ടിലേക്ക് ഇറങ്ങെങ്കിൽ തന്നെയും പ്രതിയെ വയനാട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപർണ, 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച ബയോധികൻ അറസ്റ്റായത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ലൈവ് റിപ്പോർട്ടുകളുമായി വീണ്ടും